ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇനി നമ്മൾ SCERT പാർട്ട് 6 ആണ് എടുക്കുന്നത്. SCERT 5 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി 6ാമത്തെ ഭാഗമാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് ഇന്ന് എടുക്കുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഇത് തുടങ്ങുന്നത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന 4 വരികളിലൂടെയാണ്. ഇത് ആരെഴുതിയതാണ്? കുമാരനാശാൻ്റെ വരികളാണിത്. കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. എത്രമാത്രം പ്രാധാന്യമുണ്ട് മനുഷ്യജീവിതത്തെ സ്വാതന്ത്ര്യത്തിന് എന്ന് പറയുന്ന വരികളാണ്. അപ്പം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ചാപ്റ്ററിൽ എന്താണ്? വിപ്ലവങ്ങളാണ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ് പറയുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അല്ലേ? അപ്പം ഇത്രയും വിപ്ലവങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. ഇത് ഇച്ചിരി നീണ്ട ഒരു ചാപ്റ്ററാണ്, കുറച്ച് ഏറെ ഫാക്ട്സ് ഉണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുള്ളതാണ്, നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ വിപ്ലവമാണ്. അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 18ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് 16ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ ജനത മുഴക്കിയ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണ്? 16ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെ കുടിയേറാൻ തുടങ്ങി. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. 16ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് എന്തിനാണ് കുടിയേറിയത്? വിഭവങ്ങൾ കൈയടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികളാണ് സ്ഥാപിച്ചത്. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. എന്തിനാണ് ഈ 13 കോളനികൾ സ്ഥാപിച്ചത്? ഇംഗ്ലണ്ടിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായി അവർ വടക്കേ അമേരിക്കയെ കണ്ടു. അതുപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. ഇനി ഈ 13 കോളനികൾ ഏതൊക്കെയാണ് എന്ന് SCERT പുസ്തകത്തിലുണ്ട്. അത് ചോദിക്കാം. നമുക്കറിയാം, ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എങ്ങനെ വേണേലും PSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആ 13 കോളനികളും ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, നോക്കി ഉറപ്പിച്ച് വെച്ചേക്കുക. ഏതൊക്കെയാണ് എന്ന് കണ്ടാൽ മനസ്സിലാകണം. ആ രീതിയിൽ ഉറപ്പിച്ച് വെച്ചേക്കുക. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ട് സ്ഥാപിച്ച 13 കോളനികൾ. ഒന്ന് ന്യൂയോർക്ക് ഉണ്ട്, അത് ഓർത്ത് വെച്ചേക്കുക. പിന്നുള്ളത് എന്താണ്? പെൻസിൽവാനിയ. അപ്പം ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ന്യൂ ഹാംഷെയർ. അപ്പോൾ ആ 3 എണ്ണം പഠിക്കുക. ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ന്യൂ ഹാംഷെയർ. പിന്നെന്താണ്? മസാച്യൂസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്. അപ്പം മസാച്യൂസെറ്റ്സ്,
റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, അത് മൂന്നും ഒരുമിച്ച് ഓർത്ത് വെക്കുക. മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, റോഡ് കണക്റ്റി, അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ 6 പഠിച്ചിട്ടില്ലേ? ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ന്യൂ ഹാംപ്ഷയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്. ഇത് പഠിച്ചതിന് ശേഷം വിട്ടുകളയുകയല്ല, ഇടയ്ക്ക് ഇത് റിവിഷൻ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അടുത്തത് എന്തൊക്കെയാണ്? ന്യൂ ജേഴ്സി, ഡലാവെയർ, വെർജീനിയ. ന്യൂ ജേഴ്സി, ഡലാവെയർ, വെർജീനിയ. പിന്നുള്ളത് മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ലാസ്റ്റിലത്തെ 4 എളുപ്പമല്ലേ? മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. അപ്പം ന്യൂ ജേഴ്സി, ഡലാവെയർ, വെർജീനിയ. ന്യൂ ജേഴ്സി, ഡലാവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. അപ്പോൾ ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ന്യൂ ഹാംപ്ഷയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡലാവെയർ, വെർജീനിയ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ഓർത്ത് വെച്ചേക്കുക. സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയത് ഏത് വർഷം? ക്രിസ്റ്റഫർ കൊളംബസ് ആരുടെ നാവികനായിരുന്നു? സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായിരുന്നു. അതുപോലെ വടക്കേ അമേരിക്കയിൽ എത്തിയത് ഏത് വർഷമാണ്? 1492 അദ്ദേഹം വടക്കേ അമേരിക്കയിൽ എത്തുന്നത്, വടക്കേ അമേരിക്ക ഇന്ത്യയാണ് എന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കണ്ട മനുഷ്യരെയൊക്കെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. പിൽക്കാലത്ത് ഇവരെ അതുകൊണ്ട് തന്നെ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെടുകയും ചെയ്തു. തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെട്ടത് ആര്? തീർത്ഥാടക പിതാക്കന്മാർ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടത് ആരാണ്? ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാരാണ്. അവർ അവിടുത്തെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് കുടിയേറിയവരാണ്. അവരാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് അവരെ തീർത്ഥാടക പിതാക്കന്മാർ എന്ന് അറിയപ്പെട്ടത്. അപ്പം തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെട്ടത് ആരാണ്? ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാരാണ്. തീർത്ഥാടക പിതാക്കന്മാർ എന്നത് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. തീർത്ഥാടക പിതാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അമേരിക്കയിലേക്ക് വരുന്നു. അവർ വന്ന കപ്പൽ ഏതാണ്? അവർ വന്ന കപ്പൽ മേഫ്ലവർ എന്ന കപ്പലാണ്. മേഫ്ലവർ എന്ന കപ്പലിലാണ് ഇംഗ്ലീഷുകാർ അമേരിക്കയിലേക്ക് വരുന്നത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ ഇംഗ്ലീഷ് കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ഏതാണ്? ഇംഗ്ലീഷ് കച്ചവടക്കാർ കോളനികളിൽ നടപ്പാക്കിയ, അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെട്ടത് മെർക്കൻറ്റലിസം എന്നാണ്. മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ നിയമം എന്താണ്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പം എന്തൊക്കെയാണ്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലിലോ അല്ലെങ്കിൽ എന്താണ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഇതൊക്കെ എന്താണ്? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. എന്തൊക്കെയാണ് മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ? ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് ഇതിനൊക്കെ ഇറക്കുമതി ചുങ്കം നൽകണം.
അതുപോലെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ നൽകണം. അതുപോലെ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ ഇവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിക്കണം. പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഇതൊക്കെ കോളനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അതുപോലെ ഈ സാധനങ്ങളൊക്കെ ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കയറ്റി അയക്കാവൂ. ഇതൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ, ഓർത്തിരിക്കുക. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന ഡേറ്റ് ആണ്, വർഷവും തീയതിയുമാണ് കൊടുത്തേക്കുന്നത്. 1773 ഡിസംബർ 16-നാണ്. 1773 ഡിസംബർ 16-നാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേലെ ഉയർന്ന നികുതി ചുമത്തുന്നു. അമേരിക്കയിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അങ്ങനെ 1773 ഡിസംബർ 16 രാത്രിയിൽ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിൽ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലുകളിൽ കയറുകയും അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ജോൺ ലോക്കിൻ്റെ വാക്കുകളാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അപ്പോൾ ഹനിക്കാൻ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക, ജോൺ ലോക്കാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ വളരെ പെയിനോടെ പറഞ്ഞു, വേദനയോടെ പറഞ്ഞു എന്നോർത്താൽ മതി. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. ഇനി ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഏത് വർഷമാണ്? 1774 ഫിലാഡൽഫിയയിലാണ് നടന്നത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് ജോർജിയ ഒഴികെയുള്ള ബാക്കി കോളനികളിലെ 12 കോളനികളിലെയും പ്രതിനിധികൾ ഒത്തുചേർന്നു. എവിടെ ഒത്തുചേർന്നു? ഫിലാഡൽഫിയയിൽ ഒത്തുചേർന്നു. ഈ ഒരു സമ്മേളനമാണ്, ഇവരുടെ ഈ സമ്മേളനമാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത്. അത് 1774 നടന്നത്. ഈ സമ്മേളനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ രാജാവിന് കോളനി ജനത ഒരു നിവേദനം സമർപ്പിക്കുന്നു. തങ്ങളുടെ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ ഇതിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുകയും നികുതി ചുമത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യണം. തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് നിവേദനത്തിലുണ്ടായിരുന്നത്. രാജാവ് എന്തു ചെയ്തു? രാജാവ് പക്ഷേ കോളനിയിലേക്ക് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയക്കുന്നു. അങ്ങനെ കോളനിക്കാരും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. പിന്നീട് 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം ചേരുന്നുണ്ട്. അത് ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ്. ഈ സമ്മേളനത്തിലാണ് ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരികയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച വിവേകപൂർവമായ പ്രവൃത്തി എന്ന് തോമസ് പെയിൻ തൻ്റെ ലഘുലേഖയായിട്ടുള്ള കോമൺ സെൻസിലൂടെ പ്രഖ്യാപിച്ചു. അപ്പോൾ കോമൺ സെൻസ് എന്നത് ആരുടെ ലഘുലേഖയാണ്? തോമസ് പെയിൻ്റെ ലഘുലേഖയാണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. വർഷം ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4-നാണ്. അപ്പോൾ ഇത്രയൊക്കെ സംഭവം ഉണ്ടായപ്പോൾ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്താണ്? ലോക പ്രശസ്തമായ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അത് ഏത് വർഷമാണ്? 1776 ജൂലൈ 4-നാണ്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരൊക്കെ ചേർന്നാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആരൊക്കെ ചേർന്നാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് ഏത് വർഷം?
1781 അപ്പം ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ എന്താണ്, ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനിയും തമ്മിൽ യുദ്ധമായിരുന്നു. ഈ യുദ്ധം അവസാനിച്ചത് 1781 ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അങ്ങനെ ഇംഗ്ലണ്ട് എന്താണ്, കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുകയാണ്. അത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി പ്രകാരമാണ്. ഏത് വർഷമാണ് പാരീസ് ഉടമ്പടി? 1783 അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഭരണഘടന തയ്യാറാക്കണം. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. അപ്പം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആദ്യത്തെ ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കൻ വിപ്ലവം ഏതൊക്കെ രീതിയിൽ ലോകത്തെ സ്വാധീനിച്ചു? അങ്ങനെ അമേരിക്കൻ വിപ്ലവം കഴിയുകയാണ്. അപ്പം ഈ അമേരിക്കൻ വിപ്ലവം ലോകത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. അപ്പം പിന്നീടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളെ, വിപ്ലവങ്ങൾ, ഇതിനൊക്കെ പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയത് ഏത് വിപ്ലവമാണ്? അമേരിക്കൻ വിപ്ലവമാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏത് ഭരണഘടനയാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും ചെറിയ ഭരണഘടനയും അമേരിക്കയുടേതാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പം ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് ഏത് ഭരണഘടനയാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ആശയം എന്താണ്? ഫെഡറൽ രാഷ്ട്രം എന്ന ആശയമാണ്. ഇത് ലോകത്തിന് നൽകിയത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ വിപ്ലവം കഴിഞ്ഞു. ഇനി ഫ്രഞ്ച് വിപ്ലവമാണ് നോക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം, ഞാനാണ് രാഷ്ട്രം, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ലൂയി 15 പ്രളയം, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറയുന്നത് ആരാണ്? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് ലൂയി 15 ഇനി നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറയുന്നത് മേരി അന്റോയിനറ്റ് ആണ്. ഇവർ ലൂയി 16 ഭാര്യയാണ് മേരി അന്റോയിനറ്റ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് ചോദിക്കുന്നു. അത് എപ്പോഴാണ് ചോദിച്ചതെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഫ്രഞ്ച് സമൂഹത്തെ 3ആയിട്ട് തിരിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നിങ്ങനെയായിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവരും അടങ്ങുന്നതായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റ് താഴ്ന്ന സാമൂഹ്യ പദവി വഹിച്ചു. കർഷകരിൽ നിന്നും തിത എന്ന പേരിൽ നികുതി പിരിച്ചത് ഏത് വിഭാഗമാണ്? പുരോഹിതന്മാരായിരുന്നു. ഒന്നാം എസ്റ്റേറ്റിൽപ്പെട്ട പുരോഹിതന്മാരായിരുന്നു കർഷകരിൽ നിന്നും തിത എന്ന പേരിൽ നികുതി പിരിച്ചത്. താഴ്ന്ന സാമൂഹിക പദവി ഉണ്ടായിരുന്ന മൂന്നാം എസ്റ്റേറ്റിൽ നിന്നും സർക്കാർ പിരിച്ച നികുതി ഏത് പേരിൽ അറിയപ്പെട്ടു? തൈലെ എന്ന പേരിൽ അറിയപ്പെട്ടു. മൂന്നാമത്തെ എസ്റ്റേറ്റുകാരിൽ നിന്നും സർക്കാർ പിരിച്ച നികുതി അറിയപ്പെട്ടത് തൈലെ എന്നാണ്. തിത പിരിച്ചത് ആരാണ്? പുരോഹിതന്മാരാണ്. സർക്കാർ നേരിട്ട് മൂന്നാം എസ്റ്റേറ്റിൽ നിന്നും പിരിച്ച നികുതിയാണ് തൈലെ എന്ന പേരിൽ അറിയപ്പെട്ടത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ചിന്തകൻ ആരായിരുന്നു? വോൾട്ടെയർ ആയിരുന്നു. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവന നടത്തിയത് ഏത് ചിന്തകനായിരുന്നു? റൂസോ ആണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ്.
മൂന്നാം എസ്റ്റേറ്റുകാർ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതിനെ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് പറഞ്ഞത്. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അപ്പം ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റുകാർ സമ്മേളിച്ചു. എന്തിനായിരുന്നു? ഫ്രാൻസിന് ഭരണഘടന വേണമെന്ന ആവശ്യവുമായിട്ട്. ഇതിനെ എന്താണ് പറഞ്ഞത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ്. ഇത് ഏത് വർഷമാണ് നടന്നത്? 1789. ഫ്രഞ്ച് വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ തകർത്തത് ഏത് വർഷമാണ്? 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ തകർത്തത് 1789 ജൂലൈ 14. ദേശീയ അസംബ്ലി അല്ലെങ്കിൽ മൂന്നാം എസ്റ്റേറ്റ്. അപ്പോൾ മൂന്നാം എസ്റ്റേറ്റുകാർ പിന്നീട് ദേശീയ അസംബ്ലി എന്ന പേരിൽ അസംബ്ലി ഉണ്ടാക്കുന്നുണ്ട്. അവർ പിന്നീട് മനുഷ്യ അവകാശ പ്രഖ്യാപനം നടത്തുന്നു. അതിൻ്റെ ഡേറ്റും വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് മൂന്നാം എസ്റ്റേറ്റ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? 1789 ഓഗസ്റ്റ് 12. പിന്നീട് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് ഏത് വർഷമാണ്? 1792 സെപ്റ്റംബറിലാണ്. അങ്ങനെ ഫ്രാൻസ് റിപ്പബ്ലിക് ആകുന്നു. പിന്നീട് ലൂയി 16 ഭാര്യ മേരി ആൻ്റോയിനറ്റും ഗില്ലറ്റിനാൽ വധിക്കപ്പെടുന്നു. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻ്റോയിനറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മൂന്നാം എസ്റ്റേറ്റ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ശേഷം 1789 ഒക്ടോബറിൽ അവിടുത്തെ സ്ത്രീകൾ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ വാക്കുകളാണ്, മേരി ആൻ്റോയിനറ്റ് അപ്പോൾ പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്നുള്ളത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഓസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക്കാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടുപിടിപ്പിക്കുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തത് ഏത് ഭരണാധികാരിയാണ്? ടിപ്പു സുൽത്താൻ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നട്ടുപിടിപ്പിക്കുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. ഇനി ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോ ആണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റൂസോ ആണ്. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ റൂസോ അഭിപ്രായപ്പെടുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകം എഴുതിയത് റൂസോയാണ്. ഫ്രഞ്ച് ചിന്തകരിൽ ആരുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്? ആരുടെയാണ്? റൂസോയുടെ ആശയങ്ങളാണ്. ഫ്രഞ്ച് ചിന്തകരിൽ ആരുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി അല്ലെങ്കിൽ മൂന്നാം എസ്റ്റേറ്റ് തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്? ആരുടെ ആശയങ്ങളാണ്? റൂസോയുടെ ആശയങ്ങളായിരുന്നു. 1799 ഫ്രാൻസിൻ്റെ അധികാരം ആരുടെ കയ്യിലായി? നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കയ്യിലാകുന്നു. 1799 ഫ്രാൻസിൻ്റെ അധികാരം ആരുടെ കയ്യിലായി? നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കയ്യിലാകുന്നു. വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815. നെപ്പോളിയന് ഫ്രാൻസിൻ്റെ അധികാരം നഷ്ടപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. നടന്നത് 1815. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരെ മാത്രം ഓർത്തിരിക്കുക. സൈമൺ ബോളിവർ, ഫ്രാൻസിസ്കോ മിറാഡ, ജോസെ ഡി സാൻ മാർട്ടിൻ. ആരൊക്കെയാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബോളിവർ. ഇത്രയും പേരാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവർ. അടുത്തത് റഷ്യൻ വിപ്ലവമാണ്. ദ മദർ അല്ലെങ്കിൽ അമ്മ എന്ന നോവൽ ആരുടേതാണ്? മാക്സിം ഗോർക്കിയുടേതാണ്. സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടം പ്രമേയമാക്കിയ സിനിമ ഏതാണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകെയിൻ ആണ്. ഇത് സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടം പ്രമേയമാക്കിയ സിനിമയാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകെയിൻ. ഇത് സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം ആരുടെ ബുക്കാണ്? ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്നത് ആരുടെ ബുക്കാണ്?
ജോൺ റീഡിൻ്റെ ബുക്കാണ്. ഇതിലും പ്രമേയം എന്താണ്? റഷ്യൻ വിപ്ലവം തന്നെയാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം. ഏത് പാർട്ടി പിരിഞ്ഞിട്ടാണ് മെൻഷവിക്, ബോൾഷെവിക് എന്നീ പാർട്ടികൾ ഉണ്ടാകുന്നത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിരിഞ്ഞ് രണ്ടായി പിരിഞ്ഞാണ് മെൻഷവിക്. മെൻഷവിക് എന്നാൽ മൈനോറിറ്റിയാണ്. ബോൾഷെവിക് ഭൂരിപക്ഷമാണ്. അങ്ങനെ മൈനോറിറ്റി മെജോറിറ്റി, മെൻഷവിക് ബോൾഷെവിക് എന്ന് രണ്ടായിട്ട് പിരിഞ്ഞു. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ലെനിൻ, ട്രോട്സ്കി. ഈ രണ്ടു പേരാണ്. ലെനിനും ട്രോട്സ്കിയുമാണ് ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്. മെൻഷവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. ഏത് യുദ്ധത്തിന് ശേഷമാണ് ജനങ്ങൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയത്? ഏത് യുദ്ധത്തിന് ശേഷമാണ്? റഷ്യ ജപ്പാൻ യുദ്ധമാണ്. റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്നത് 1905-ലാണ്. ഇതിൽ റഷ്യ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം ഏത് യുദ്ധത്തിന് ശേഷമാണ് ജനങ്ങൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തിയത് എന്ന് ചോദിച്ചാൽ റഷ്യ ജപ്പാൻ യുദ്ധത്തിന് ശേഷമാണ്. ജനങ്ങളുടെ ഈ പ്രകടനത്തിന് നേരെ പട്ടാളക്കാർ വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം അറിയപ്പെട്ടതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്നത്. ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച എന്നത് ജനങ്ങളുടെ പ്രകടനത്തിന് നേരെ പട്ടാളക്കാർ വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ്. ഒന്നാം യുദ്ധകാലത്ത് റഷ്യയുടെ ചക്രവർത്തിയായിരുന്നത്? ഒന്നാം ലോകയുദ്ധകാലത്താണ് റഷ്യയുടെ ചക്രവർത്തിയായിരുന്നത് നിക്കോളാസ് രണ്ടാമനാണ്. നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷവിക് പാർട്ടി താൽക്കാലികമായി അധികാരത്തിൽ വരികയും ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ഫെബ്രുവരി വിപ്ലവം എന്നാണ്. അപ്പം മെൻഷവിക് പാർട്ടി അധികാരത്തിൽ വരുന്ന ആ സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം. പിന്നീട് ബോൾഷെവിക് അധികാരത്തിൽ വരുന്നു. ബോൾഷെവിക് അധികാരത്തിൽ വന്ന സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. ഇനി റഷ്യയുടെ പുതിയ ഭരണഘടന വരുന്നത്, റഷ്യയ്ക്ക് പുതിയ ഭരണഘടന നിലവിൽ വരുന്നത് 1924-ലാണ്. റഷ്യയ്ക്ക് പുതിയ ഭരണഘടന വരുന്നത് ഏത് വർഷമാണ്? 1924-ലാണ്. റഷ്യൻ വിപ്ലവം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചൈനീസ് വിപ്ലവമാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ ഏതൊക്കെയായിരുന്നു? കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമാണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവുമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭവും നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നത് കൊണ്ട് യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നു. ഇത് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വേറൊരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങളെ അവരുടെ പാട്ടിലാക്കുക, അടിമകളാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ചൈനക്കാർ അടിമത്തത്തിലാവുകയും ചെയ്തു. ഇതാണ് കറുപ്പ് വ്യാപാരം. ഇനി തുറന്ന വാതിൽ നയം? 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹെയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിക്കുന്നു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായിട്ട് അങ്ങനെ വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആരാണ്? ജോൺ ഹേ ആണ്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. ചൈന അന്ന് ഭരിച്ചിരുന്ന രാജവംശം ഏതായിരുന്നു? ചൈന അന്ന് ഭരിച്ചിരുന്ന രാജവംശം
മഞ്ജു രാജവംശമാണ് ചൈനയെ അന്ന് ഭരിച്ചിരുന്നത്. ചൈന ഭരിച്ചിരുന്ന മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ 1900 നടത്തിയ കലാപമാണ് ബോക്സർ കലാപം. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഈ കലാപത്തിൻ്റെ മുദ്ര എന്ന് പറയുന്നത്. ഈ കലാപം ഒരു പരാജയമായിരുന്നു. ഈ കലാപത്തെ അടിച്ചമർത്തി. എന്നാലും പിന്നീടുള്ള കലാപങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായിരുന്നത് ബോക്സർ കലാപമായിരുന്നു. അപ്പം ഏത് വർഷമാണ് ഈ ബോക്സർ കലാപം? 1900. ഇനി ചൈനീസ് വിപ്ലവം നടന്ന വർഷമാണ് 1911. ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ സൻ യാറ്റ് സെൻ ആണ്. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സൻ യാറ്റ് സെൻ ആണ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി കുമിങ്താം പാർട്ടിയാണ്. ഇനി സൻ യാറ്റ് സെന്നിൻ്റെ 3 ആശയങ്ങളുണ്ട്, ഓർത്തിരിക്കേണ്ടതാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത എന്ന് പറഞ്ഞാൽ മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, എന്നിട്ട് ദേശീയത കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്. പിന്നെന്താണ് ആശയം? സോഷ്യലിസം. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിച്ചത്. സൻ യാറ്റ് സെന്നിൻ്റെ 3 ആശയങ്ങൾ ഓർത്തിരിക്കുക: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആര്? ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈഷക് ആയിരുന്നു. ഈ ലോങ് മാർച്ച് നടന്നത് ഏത് വർഷമാണ്? 1934. ഇതിന് നേതൃത്വം നൽകിയത് മാവോ സേതുങ് ആണ്. ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോ സേതുങ് ആണ്. 1934 ലോങ് മാർച്ച് നടന്നത്. മാവോ സേതുങ്ങിൻ്റെ സേനയാണ് ചുവപ്പ് സേന, അതും ഓർത്തിരിക്കുക. അപ്പോൾ ലോങ് മാർച്ച് നടന്നത് 1934, നേതൃത്വം നൽകിയത് മാവോ സേതുങ്, ഇദ്ദേഹത്തിൻ്റെ സേന ചുവപ്പ് സേനയാണ്. ചൈന ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1-നാണ്. 1949 ഒക്ടോബർ 1-നാണ് ചൈന ജനകീയ റിപ്പബ്ലിക് ആവുന്നത്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ഭാഗമാണ് വിപ്ലവങ്ങൾ. അത് കഴിഞ്ഞു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.